മാനസികമായിട്ട് വളർച്ചയുണ്ടെങ്കിലും ഇടുങ്ങിയ ചിന്താഗതി, ഹൃദയവിശാലതയില്ലെങ്കിൽ സംഭവിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മുൻ വീഡിയോയിലൂടെ ചർച്ച ചെയ്ത വിഷയമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശബ്ദത്തെ മറ്റൊരു സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് കാണിച്ചു തന്നിരിക്കുന്ന വ്യക്തിയെ നമ്മുടെ ശാസ്ത്രജ്ഞ സമൂഹത്തെ നമ്മൾ ഇന്ന് ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ വളരെയധികം കഷ്ടപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്ന വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അവർക്കതിനുള്ള സാമ്പത്തിക സ്രോതസ്സ് ആ ജീവിതകാലം ഉണ്ടാകാം, അല്ലെങ്കിൽ അത് വിറ്റ് കഴിഞ്ഞാൽ തന്നെയും കോടികൾ കിട്ടാം. അന്ന് അത്രയും ഇല്ലായിരുന്നുവെങ്കിലും അന്നത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അത് ഉണ്ട് എന്ന് പറയാം. പക്ഷെ അവരാ കണ്ടുപിടിച്ചിരിക്കുന്ന അവസ്ഥയെ പിന്നീട് വിപുലപ്പെടുത്തി ഇന്ന് കണ്ട് സംസാരിക്കാവുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുന്ന കാര്യം നമുക്ക് വളരെയധികം അറിയാവുന്ന കാര്യമാണ്. ആദ്യം നമ്മൾ ടെലിഫോൺ എന്ന് പറയുന്ന റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണി, നമ്മൾ ആ ശാസ്ത്ര പുരുഷനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹം കണ്ടുവച്ച ലെവൽ എത്രത്തോളം വിപുലമായ തലത്തിലേക്ക് പിന്നീട് കൊണ്ടെത്തിക്കാമെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടെത്തിയതാണ്. റേഡിയോ എന്ന് പറയുമ്പോൾ ഒരു ശബ്ദ സ്രോതസ്സിനെ വേറൊരു സ്ഥലത്തേക്ക് അവിടെ ഇരുന്നുകൊണ്ട് കേൾക്കാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അത് മുഖേന ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അടുത്ത ലെവലായിരുന്നു ഫോൺ എന്ന് പറയുന്ന, നമ്മുടെ ടെലിഫോൺ എന്ന് പറയുന്ന സംവിധാനം. അന്ന് മൊബൈൽ എത്തിയിട്ടില്ലല്ലോ. അങ്ങനെ നമുക്ക് ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് സംസാരിക്കാം എന്നുള്ള ഒരു ശബ്ദ വീഴ്ചയെ വേറൊരു രീതിയിലേക്ക് എത്തിക്കാം എന്ന് പറയുന്ന അവസ്ഥ എത്തിയിരിക്കുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള, ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റം അവിടെ അതിന് തുടക്കമെത്തിയിരിക്കുന്ന അവസ്ഥയായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇതൊക്കെ വളരെ വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന വ്യക്തികളുടെ തലമണ്ടയായിരുന്നു എന്ന് ഓർക്കണം. നമ്മൾ വളരെയധികം ബുദ്ധിയുള്ളവരാണെന്ന് പറയുകയും എന്നാൽ ഒരു കാര്യത്തിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തരുന്ന ആ ഹൃദയവിശാലത ഇല്ലായ്മയിലൂടെയും നിലനിൽക്കുന്നിടത്തോളം കാലം എന്ത് ബുദ്ധിയുള്ളവരാണെന്ന് അതുകൊണ്ട് പറയരുത്. ബുദ്ധിയുള്ളവരാണെങ്കിൽ നിൻ്റെ കീഴിലേക്ക് ആൾക്കാരെ എത്തിച്ചുകൊണ്ട് നീ ജോലി ചെയ്യിപ്പിക്കുന്ന അവസ്ഥയാണ് എത്തുന്നത്. നീ മറ്റൊരു രാജ്യത്തേക്കോ മറ്റൊരു ഭാഷയെ ആശ്രയിക്കുന്ന സമയത്ത് നീ ബുദ്ധിയില്ലാത്തവനും അവൻ്റെ കീഴിലെ ജോലിക്കാരനായിരിക്കുമ്പോൾ നീ ആ വാക്ക് ഉപയോഗിക്കുവാനേ പാടില്ല. നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ദൃശ്യത്തെ പിന്നെത്തിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടു. ടെലിവിഷൻ, TV സാങ്കേതിക ലെവലിൽ വന്നിരിക്കുന്നു നമ്മൾ കണ്ടു. ഈ ഉൽപ്പന്നങ്ങൾ തന്നെ ഏറ്റവും മികച്ച ലെവലിലേക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്ത് മാറിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. വലിയ TV, പിന്നീട് അത് ഫ്ലാറ്റ് TVയിലേക്കായി. നമ്മുടെ ടെലിഫോൺ എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് കൈവിരൽ കൊണ്ട് ടച്ചാക്കാവുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. സ്വിച്ച് മാറി ടച്ചിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ആദ്യം റേഡിയോ, പിന്നെ ടെലിഫോൺ, അതിനുശേഷം TV എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിലേക്ക് എത്തി. അതിനുശേഷം നമ്മൾ എന്താണ് കണ്ടത്? കണ്ട് സംസാരിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കണ്ട് സംസാരിക്കാം നമുക്ക് എവിടെയും. പണ്ട് കാലത്ത് ഒരു കത്തയച്ചു കഴിഞ്ഞാൽ അത് എത്തിച്ചേരുന്ന കാലഘട്ടം, അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ ഇന്ന് ഏത് ദേശത്തിരുന്നു കൊണ്ട് എവിടേക്കും നമുക്ക് ആ സമയത്ത് കൊണ്ട് തന്നെ ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു സാങ്കേതിക ലെവലിലേക്ക് എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഒരു മികച്ച ഒരു സോഫ്റ്റ്വെയർ ഫോർമാറ്റ് ഉണ്ടാക്കുവാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഒരു ഫേസ്ബുക്ക് പോലുള്ളൊരു സംഗതി ഇന്ത്യയിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ വളരെ ബോറായിട്ട് നമുക്ക് തോന്നുന്ന കാര്യം. ഒരു ടിക്ടോക്ക് സംവിധാനം, ഒരു റീൽ സംവിധാനം ഇവിടെ കണ്ടിരിക്കും നമുക്ക് ഒത്തിരി കാണാം. പല ആപ്ലിക്കേഷനും കാണാം. എന്ത് ക്ലാരിറ്റി ഇല്ലായ്മ, അതിൻ്റെ നെറ്റ്വർക്ക് സംവിധാനം ക്ലിയർ ഇല്ലായ്മ എന്ന് തുടങ്ങി ഒരു ഉദാഹരണമാണ് അത് പറഞ്ഞത്. അങ്ങനെ ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
നമുക്ക് അതിന് ഏറ്റവും വേണ്ടത് ഹൃദയവിശാലതയാണ്. എന്നാലേ സാമ്പത്തികത്തിൻ്റെ സ്രോതസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് മികച്ച ലെവലിലേക്ക് മറ്റൊരുവനും അനുഭവിക്കണം. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരും സന്തോഷകരമായിട്ടിരിക്കുക എന്നുള്ള അവസ്ഥ പോലെ നമ്മൾ സുഖമായിട്ടിരിക്കുമ്പോൾ മറ്റുള്ളവരും സുഖമായിട്ടിരിക്കുക എന്നുള്ളൊരു ഹൃദയ വിശാലത വരുന്നിടത്ത് മാത്രമേ ആ ഒരവസ്ഥ വരികയുള്ളൂ. സ്വാർത്ഥത നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ വിദ്യാഭ്യാസ ലെവലിൽ നമ്മൾ ഒരു വ്യക്തിക്ക് ഇവിടെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നിടത്ത് അവർക്കിവിടെ മികച്ച ഒരു സമ്പദ്ഘടനയിലൂടെ സൃഷ്ടിച്ചെടുത്ത് മറ്റു രാജ്യങ്ങളെ ഇങ്ങോട്ട് ആശ്രയിക്കുവാനുള്ള സാങ്കേതിക വിദ്യയില്ലാതെ ഇവിടുന്ന് വിദ്യാഭ്യാസത്തിനായിട്ട് മറ്റു സ്ഥലത്തിലേക്ക് പോകുന്നു, മറ്റു രാജ്യത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ തീർന്നില്ലേ നിൻ്റെ വിവരമില്ലായ്മ? അതുപോലെ തന്നെ തൊഴിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് പകരം നീ അവിടേക്ക് പോകുമ്പോൾ നീ ബുദ്ധിയുള്ളവനാണെന്ന് പറയുന്നിടത്ത് തീർന്നില്ലേ നിൻ്റെ വിവരം? അങ്ങനെയാണ് നമ്മുടെ മനുഷ്യൻ, നമ്മുടെ ജീവജാലങ്ങൾ അല്ലെങ്കിൽ ജീവിതങ്ങൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തി നമുക്ക് മറ്റൊരു ഭാഷയെ ആശ്രയിക്കാതെ നമ്മുടെ ഭാഷയിലേക്ക് അവരെ കൊണ്ട് നമ്മുടെ ഭാഷയെ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ വളരുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. മറ്റുള്ളവരുടെ ഭാഷയെ വളരെ അറിയത്തില്ലാത്തവൻ എന്ന് പറയുന്ന കളിയാക്കുന്ന വിഡ്ഢിത്തരത്തെ എന്താണ്, ചൈനക്കാർക്ക് ഒരു ഭാഷയെ ആശ്രയിക്കേണ്ടി വരുന്നില്ലല്ലോ, ഒരു രാജ്യത്തെയും പോയി അവർക്ക് ആശ്രയിക്കേണ്ടി വരുന്നില്ല. അവരുടെ സാധനങ്ങളെ മറ്റുള്ളവർക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അവിടെ അത് ഉൽപ്പന്നം വിറ്റഴിക്കാൻ വേണ്ടി മാത്രമേ അവർക്ക് പോകേണ്ടതായിട്ട് വരുന്നു. അവരുടെ രാജ്യത്തൊരു നെയിം ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഭാഷ മാത്രമേ ഉള്ളൂ. അവർക്ക് മറ്റു ഭാഷയെ ആശ്രയിച്ചുകൊണ്ട് അത് എഴുതേണ്ട കാര്യം വരുന്നില്ല. മറ്റൊരു ഭാഷ പഠിച്ചുകൊണ്ട് അവർക്കൊരു കാര്യം ചെയ്യേണ്ടി വരുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ രാജ്യത്തിലേക്ക് മറ്റുള്ളവരെ എത്തിക്കാനുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ രാജ്യത്തിലേക്ക് എത്തിച്ച് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുവാനുള്ള അവസ്ഥയാണ്. അപ്പോൾ മറ്റു വിദേശ രാജ്യങ്ങൾ അവിടെ സമ്പദ് വ്യവസ്ഥ മറ്റേ അവസ്ഥ അങ്ങനെ എന്നുള്ളതും വലിയ രാജ്യമാണ് എന്നൊക്കെ പറയുന്നിടത്തല്ല. ഇന്ത്യയെപ്പോലെ ഏറ്റവും പ്രശ്നസാന്ദ്രമായിട്ട് നിൽക്കുന്നത് ചൈനയാണ്. ചൈന ഏത് ലെവലിൽ എത്തിയിരിക്കുന്നു? അപ്പോൾ ആ ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ വിവരം, വളർച്ച. ഞങ്ങൾക്കാണ് മിടുക്ക് കൂടുതൽ, ഞങ്ങൾക്കാണ് അറിവ് കൂടുതൽ എന്ന് പറയുന്നത് ആ തലത്തിലേക്ക് എത്തുമ്പോഴാണ്. അല്ലാതെ മുൻപറഞ്ഞ വിഡ്ഢിത്തരങ്ങൾ കൊണ്ട് സംസാരിക്കരുത്, നാണക്കേടാണ്.